ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലാതാക്കി സംസ്ഥാനത്തെ റേഷൻ കടകളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം കടുത്തുരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുന്നിൽ ധർണ നടത്തി. കടുത്തുരുത്തി ടൗണിലെ റേഷൻ കടയ്ക്ക് മുന്നിലാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോമി പ്രാലടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കടുത്തുരുത്തി ബ്ലോക്ക് പ്രസിഡന്റ് ജെയിംസ് പുല്ലാപ്പള്ളി സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, സാധാരണക്കാരനോട് ചോദിച്ചാൽ, സിവിൽ സപ്ലൈസിന് ഒരു മന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കും തന്നെ ചിലപ്പോൾ അറിയാൻ പറ്റിയെന്നില്ല. കാരണം ഇത്രയേറെ നിരുത്തരവാദിത്തപരമായി, ഇത്രയേറെ നിഷ്ക്രിയമായ ഒരു സിവിൽ സപ്ലൈസ് മന്ത്രിയും ഭരണവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. 9 വർഷക്കാലം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ ഭരിക്കുമ്പോൾ ആ റേഷൻ കടയിലാണെങ്കിലും നമ്മൾ മുമ്പിൽ പുറകിൽ നിൽക്കുന്ന റേഷൻ കടയിലാണെങ്കിലും കേരളത്തിലെ മുഴുവൻ റേഷൻ കട വഴിയും മുഴുവൻ സമയവും നിറഞ്ഞ ചാക്കുകളുമായിട്ടാണ് നമ്മൾ റേഷൻ കട കണ്ടിട്ടുണ്ട്. എല്ലാ മാസവും ആളുകൾക്ക് അര ലിറ്റർ 1 ലിറ്റർ മണ്ണെണ്ണ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇന്നിപ്പോ 8 മാസം പിന്നിട്ടിരിക്കുകയാണ് റേഷൻ കട വഴി ഒരാൾക്ക് മണ്ണെണ്ണ കിട്ടിയില്ല. മണ്ണെണ്ണ കിട്ടാനില്ലെങ്കിൽ പോട്ടെ, അരിയോ ഗോതമ്പോ പഞ്ചസാരയോ ഇപ്പോൾ റേഷൻ വഴി കിട്ടാനില്ല എന്നുള്ളതാണ്. മുഴുവൻ റേഷൻ ഷോപ്പുകളിലും കാലിച്ചാക്കുകൾ മാത്രമേ ഉള്ളൂ. റേഷൻ വ്യാപാരികൾ പോലും ജീവിക്കാൻ പാടുപെടുകയാണ്. CK ശശി, ടോമി നിരപ്പിൽ, ജെയ്സൺ മണലേൽ, അജിത് കുമാർ മുണ്ടക്കിപ്പറമ്പിൽ, രാജു മൂപ്പനാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു.